അപ്പോൾ നമുക്കിന്നൊരു അവിയൽ വെച്ചാലോ? മുരിങ്ങയ്ക്ക എടുത്തു, പടവലങ്ങ എടുത്തു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, വലിയ പയറുണ്ടായിരുന്നു, ഒരു ചേന, ചെറിയ കഷ്ണം ചേന ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. വെള്ളവും ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. അവിയലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. വടക്കോട്ടൊക്കെ തൈരാണ്, നമുക്ക് പക്ഷേ ശീലം തക്കാളി ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ടിത് ഒരു 15 മിനിറ്റ് വേവിച്ചപ്പോഴത്തേക്ക് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കണ്ട വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തു. ഞാനപ്പോൾ ആ കഷ്ണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് എനിക്ക് തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പൂളി കഷ്ണമായിട്ട് ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതപ്പം അതിനകത്ത് ജീരകവും ചെറിയ ഉള്ളിയും ആണ് ഇടുന്നത്. ഒരു അര സ്പൂൺ ജീരകവും ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ഇട്ടാണ് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കും. അപ്പോഴത്തേക്ക് ഈ കഷ്ണത്തിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിനകത്തിലേക്ക് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ തേങ്ങ ഇങ്ങനെ ചിരകി എടുക്കുന്നതാണ് നല്ലതും. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ എൻ്റെ തിരക്ക് കൊണ്ടും എനിക്കതിനൊട്ടും സാവകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ എളുപ്പത്തിൽ ഈ രീതിയിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെക്കുക. ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വന്ന് അതിൻ്റെ കൊണ്ടൊക്കെ ഇച്ചിരി കറിവേപ്പില ഊരിയിട്ടിട്ട് അതിനകത്തൊരു പൊടിക്ക് ഉലുവാപ്പൊടി ഇടും. മീനൊക്കെ ഇടുന്ന ഉലുവാപ്പൊടിയില്ലേ, അതിൻ്റെ മുകളിലിടും. ഞാൻ ഈ എഡിറ്റ് ചെയ്തതിലുള്ള കുഴപ്പമാണിത്. എനിക്കതിനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അത് ചെയ്തതിലുള്ള കുഴപ്പമാണ്. വീഡിയോയും ഞാൻ പറയുന്നത് തമ്മിൽ വ്യത്യാസം വരുന്നത്. ഇനി അത് ശ്രദ്ധിക്കാം. അപ്പം കറിവേപ്പിലയും കുറച്ച് കീറിയിട്ടിട്ട് ഈ ഉലുവാപ്പൊടി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുണ്ടക്കോട്ട് പച്ച വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണേ. അപ്പം നമ്മൾ ആ കഴുകി ഒഴിച്ചതിൻ്റെ വെള്ളമാണ് ഈ തിളയ്ക്കുന്നത്. നല്ല അടിപൊളി അവിയല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഈ തൈര് ഒഴിച്ച അവിയലിനേക്കാളും ഇഷ്ടം എൻ്റെ ഓണാട്ടുകരയുടെ അവിയൽ ഇതാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ അവിയൽ ഇതാണ്. എനിക്കിതാണ് ഇഷ്ടം. നമ്മൾ ഇതിൻ്റെ ചാറുണ്ടല്ലോ, ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല. നിങ്ങൾക്ക് പച്ചമുളക് കഷ്ണത്തിൽ അരിഞ്ഞിടാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കഷ്ണത്തിൽ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ വേറുള്ളിടത്ത് അരപ്പിനകത്ത് പച്ചമുളക് ഇട്ടും അരയ്ക്കും. അപ്പോൾ ആ ഉലുവാപ്പൊടി ലാസ്റ്റ് ഇപ്പോൾ കാണുന്ന പോലെ ഒരു നുള്ളുലുവാപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിലോട്ട് ആ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് തൂകി ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി അവിയൽ. എന്നിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ചാറ് ഊറ്റി കൊടുക്കാമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം, കഴിക്കാം, നല്ലതാണ്. എന്നിട്ട് കണ്ടോ, അതാണ് വിളമ്പി വെച്ചിരിക്കുന്നത്. ഇതാണ് അവിയലിൻ്റെ പരുവം. നല്ല ചൂട് ചോറും ഒരു മീൻ വറുത്തതും ഒരു മുളക് ചമ്മന്തിയും ഈ അവിയലും ഉണ്ടെങ്കിൽ കുശാല, അടിപൊളി, സൂപ്പർ. ഇതെല്ലാം ചൂടായി